ഹലോ ഗൈസ്, പവിത്രം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിന് നല്ല ബുദ്ധി തോന്നി നമ്മുടെ വേദയുടെ അടുത്ത് വന്ന് സോറി മാപ്പൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ചോറ് ഇങ്ങനെ തട്ടിമറിച്ചിട്ടേന്. അപ്പൊ നമ്മുടെ വേദ അന്ന് രാത്രി ഇങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക കേട്ടോ. അപ്പൊ വേദ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് നാളെ വന്നോളണം, അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നുണ്ടേ. അപ്പൊ തന്നെ നമ്മുടെ വിക്രമാണെങ്കിൽ ഒരു വഞ്ചപാവുമല്ലേ, വിക്രം അതിന് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. പിറ്റേ ദിവസം രാവിലെ ഇവര് റെഡിയായി അണിഞ്ഞൊരുങ്ങി വേദ അതിസുന്ദരിയൊക്കെ ആയിട്ട് നമ്മുടെ വിക്രത്തിന്റെ കയ്യും പിടിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ പുറത്തേക്ക്. അപ്പൊ ഈ ഒരു കാഴ്ച നമ്മുടെ നന്ദിനിയടുത്ത് കാണുന്നുണ്ടേ. അപ്പൊ നന്ദിനിയടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങോട്ടേക്കാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വേദ പറഞ്ഞു, എല്ലാം പെട്ടെന്നായിരുന്നു ഏടത്തി, ഇന്നലെ ഞങ്ങളുടെ ഇടയിൽ അത് നടന്നു, അപ്പൊ ഞങ്ങളത് ആഘോഷിക്കാൻ വേണ്ടി പോകുക എന്ന് നമ്മുടെ വേദ ഇങ്ങനെ ഭയങ്കര നാണത്തോടുകൂടി ചിരിച്ചൊക്കെ നമ്മുടെ നന്ദിനിയടുത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ രാധ ഭയങ്കര സീനാട്ടോ. രാധയ്ക്ക് അങ്ങോട്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല. അങ്ങനെ തന്നെ നമ്മുടെ രാധയുടെ അമ്മ നമ്മുടെ രാധയ്ക്ക് ഇട്ട് കുറെ അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ നന്ദിനി എടുത്ത് രാധയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്, ഒരു ഓട്ടോയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. അപ്പൊ ഇനി എന്ത് പറയാനായിരിക്കും, ഇനി നീ വിക്രത്തിനെ കാത്തു നിൽക്കണ്ട എന്ന് പറയാൻ വേണ്ടി തന്നെ ആയിരിക്കും നമ്മുടെ നന്ദിനി അടുത്ത് വന്നിരിക്കുന്നത്. അവരുടെ ഇടയിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്നും കൂടി അറിയിക്കാൻ വേണ്ടി ആയിരിക്കും ആ വരവ് അല്ലെ. എന്തായാലും കാത്തിരുന്നേനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.